ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ള വീവ് മോപ്പ് എങ്ങനെയാണ് അസംബിൾ ചെയ്യണേ എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് ബക്കറ്റ് പറയണത് 2 പീസായിട്ടാണ് വന്നത്. ഒരെണ്ണം നമുക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ളതും രണ്ടാമത്തത് വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ളതും. ഇത് ഡ്രെയിൻ ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ള ബക്കറ്റാണ്. ഇതിൽ നമുക്ക് സാനിറ്റൈസർ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്, പിന്നെ ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്. അതേപോലെ ഈ ഡ്രെയിൻ ആയിട്ടുള്ള വെള്ളം സ്റ്റോർ ചെയ്തിട്ട് ആ സ്റ്റോർ ചെയ്ത് വെള്ളം കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോളും ഉണ്ട്. അതൊക്കെയാണ് ഈ ബക്കറ്റിലുള്ളത്. അടുത്ത ബക്കറ്റിലാണ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീല് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹാൻഡിലും അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മോപ്പ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരു പോർഷനും ആ ഒരു ബക്കറ്റിലുണ്ട്. ഈ 2 ബക്കറ്റുമാണ് നമുക്ക് വരണത്. പിന്നെ മോപ്പിന് വരണത് ആ മോപ്പിൻ്റെ തുണി പിന്നെ 2 സ്റ്റിക്കും കൂടിയിട്ടാണ് വരണത്. പിന്നെ തുണിയുടെ ഒരു പോർഷനും പിന്നെ 2 സ്റ്റിക്ക് അങ്ങനെ. അപ്പോൾ ആദ്യം ഈ 2 ബക്കറ്റ് നമുക്ക് കമ്പൈൻഡ് ആക്കാം. അപ്പോൾ ഒരു ബക്കറ്റിൻ്റെ ഉള്ളിലൊരു ഹോളുണ്ട്, മറ്റേ ബക്കറ്റിൻ്റെ ഉള്ളിലൊരു കുളത്ത് പോലെയുണ്ട്. അപ്പോൾ ഈ കുളത്ത് കറക്റ്റായിട്ട് ആ ഹോളിൽ ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 2 ബക്കറ്റും കമ്പൈൻഡായി. ഇനി നമുക്ക് ഈ ഈ മോപ്പും 2 സ്റ്റിക്കും എങ്ങനെ ജോയിൻ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റിക്കിൻ്റെ മുകൾ ഭാഗത്തെ സ്റ്റിക്കാണിത്. അതിനൊരു ഹോളുണ്ടായിരിക്കും ഒരു സൈഡിൽ. പിന്നെ മറ്റേ രണ്ടാമത്തെ സ്റ്റിക്കിൽ ഇങ്ങനെ ഒരു ട്രയാങ്കുലർ ഷേപ്പിലുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഹോളിൽ ഇട്ടിട്ട് നന്നായി ടൈറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ സ്റ്റിക്കിനെ ഈ മോപ്പായിട്ട് എങ്ങനെ ജോയിൻ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഈ മോപ്പിൻ്റെ മുകളിലുള്ള ഈ ഒരു പോർഷൻ റിമൂവ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റിക്കിൻ്റെ ഉള്ളിലേക്ക് ആ പോർഷൻ ഇട്ട് കൊടുക്കുക. ആ പോർഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഇതിൻ്റെ ഉള്ളിലൊരു ഹൈറ്റിൽ ഇങ്ങനെ ഒരു ചെറിയൊരു എൻലാർജ്ഡ് പോർഷൻ ഉണ്ട്. ആ ഒരു പോർഷനിലേക്ക് ഈ നമ്മുടെ സ്റ്റിക്കിൻ്റെ ഉള്ളിൽ ഒരു ഹോള് പോലെ ഒരു കുഞ്ഞൊരു പോർഷൻ ഉണ്ട്. അത് കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു ഹോള് ആ ഒരു എൻലാർജ്ഡ് ആയിട്ടുള്ള പോർഷനിൽ കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സ്റ്റിക്കിനെ ഇങ്ങനെ ഈ മുന്നേ നമ്മൾ ഇട്ട് വെച്ചിട്ടുള്ള ആ ഒരു പോർഷൻ വെച്ചിട്ട് നന്നായി ടൈറ്റ് ചെയ്ത് വെക്കുക. ഈ സ്റ്റിക്ക് അസംബിൾ ചെയ്യണത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ മോപ്പിൻ്റെ ഫുൾ മെക്കാനിസം എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റിക്കിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മോപ്പിൻ്റെ വർക്കിങ്ങും കറക്റ്റ് ആവില്ല. പിന്നെ ഇതാണ് മോപ്പിൻ്റെ ഓണും ഓഫും ആയിട്ടുള്ള സ്വിച്ച് എന്ന് പറയുന്നത്. ഈ ഒരു സ്വിച്ച് വെച്ചിട്ടാണ് ഇതിപ്പോൾ ഒരു ഓൺ പൊസിഷനിലാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ആദ്യം ഈ ഒരു ഹോളിൽ ഈ ഒരു എൻലാർജ് പോർഷനിൽ കറക്റ്റായിട്ട് മോപ്പ് ഫിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റിക്ക് മുകളിലേക്കും അടിയിലേക്കും വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോപ്പ് അതിൽ കിടന്ന് കറങ്ങും. അപ്പോൾ ഡ്രെയിൻ ചെയ്യാനും അതേപോലെ തന്നെ ആദ്യം ആ പോർഷനിൽ ഫിക്സ് ചെയ്യുക, എന്നിട്ട് ഈ ഒരു മോപ്പിൻ്റെ സ്റ്റിക്ക് മുകളിലേക്കും അടിയിലേക്കും ആക്കാം. ഇത് ട്വിസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ.